മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. മൃതദേഹം രാത്രി തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക. മമ്മൂട്ടി അടക്കമുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എളമക്കരയിലെ വീട്ടിലേക്ക് ഇപ്പോഴെത്തിയിട്ടുണ്ട്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആദരം അർപ്പിച്ചു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അമ്മയുടെ സ്നേഹം, വാത്സല്യം അതൊക്കെ പല അഭിമുഖങ്ങളിലായി മോഹൻലാൽ തന്നെ നമ്മളോട് എത്രയോ തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ അമ്മ വിട പറഞ്ഞു പോകുന്നു. ഇപ്പോൾ എളമക്കരയിലെ വീട്ടിലേക്ക് സിനിമാ രംഗത്തു നിന്നുള്ള ഒരുപാട് പേർ എത്തുന്നുണ്ട്. എന്താണ് സംസ്കാരം സംബന്ധിച്ച് ലഭ്യമാകുന്നത്? വിപിൻ സി വിജയൻ. വിപിൻ സി വിജയനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി ഓർമ്മയായിരിക്കുന്നു. 90-ാം വയസ്സിലാണ് അന്ത്യം. കൊച്ചി എളമക്കരയിലെ വീട്ടിലാണ് അന്ത്യം സംഭവിച്ചത്. മൃതദേഹം തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്തു നിന്നുള്ള മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരൊക്കെ ഇപ്പോൾ കൊച്ചി എളമക്കരയിലെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മമ്മൂട്ടി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മമ്മൂട്ടി അടക്കമുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമൊക്കെ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും എളമക്കരയിലെ വീട്ടിലെത്തി ആദരം അർപ്പിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിവരങ്ങൾ വിപിൻ. രജിത്തെ, എളമക്കരയിലെ വീട്ടിലേക്ക് മോഹൻലാലിൻ്റെ ഉറ്റവരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വരെ, ഇന്ന് ഒരു രാത്രി വരെ തന്നെ ഈ എളമക്കരയിലെ വീട്ടിലായിരിക്കും മൃതദേഹം ഉണ്ടാവുക. ഇവിടെ അമ്മയെ കാണുന്നതിന് വേണ്ടി അത്രയേറെ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ രാത്രിക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. അവിടെ മുടവൻമുകളിലുള്ള തറവാട്ട് വീട്ടിൽ വെച്ചായിരിക്കും മറ്റ് സംസ്കാരം ഒക്കെ ഉണ്ടാവുക. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും റോഡ് മാർഗം ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട അമ്മ ശാന്തകുമാരി 90-ാം വയസ്സിലാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഏകദേശം 14 വർഷത്തോളമായി തന്നെ ഈ ഒരു സ്ട്രോക്ക് അസുഖം, പക്ഷാഘാതവുമായി ഒക്കെ മല്ലിടുകയായിരുന്നു. ആ ഒരു രോഗാവസ്ഥയിൽ തന്നെ ആയിരുന്നു. 3 മാസം മുൻപാണ് ആ രോഗം കുറച്ച് മൂർച്ഛിച്ചത്. ഈ രോഗം വന്നതിന് ശേഷമാണ് അവർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നത് തന്നെ ഈ ഒരു ചികിത്സാർത്ഥമായിരുന്നു. അങ്ങനെ അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. അതിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് അങ്ങനെ താമസം മാറിയതൊക്കെ തന്നെ ഈ ഒരു ചികിത്സ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അങ്ങനെ ചികിത്സ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഇവിടെ ഉണ്ടായിരുന്നു, അതായത് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സിനിമയുടെ തിരക്കിലായിരുന്നു. ആ സമയത്തേക്ക് തന്നെ ഇങ്ങോട്ടേക്ക് ഓടി വന്നു. ഒപ്പം തന്നെ ഭാര്യ സുചിത്ര മോഹൻലാലും ആ വിയോഗ സമയത്ത് മോഹൻലാലും ഭാര്യയും ഒക്കെ തന്നെ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ എളമക്കരയിലെ വീട്ടിലേക്ക് മമ്മൂട്ടി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജയസൂര്യ വന്നിട്ടുണ്ട്. സംവിധായകരായ ഫാസിൽ, ജോഷി തുടങ്ങിയവരും, പിഷാരടി, പിന്നീട് മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ ഓരോ ആളുകളായി വന്ന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരു സിനിമ എന്നതിന് അപ്പുറമായി ഉള്ള ഒരു ആത്മബന്ധം ഈ അമ്മയുമായിട്ടുണ്ട്, ഈ കുടുംബവുമായിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ തന്നെ എത്രയോ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ് മോഹൻലാലും അമ്മയും തമ്മിലുള്ള ആ ഒരു ഇടയെടുപ്പം, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ. 24-ന് വേണ്ടി നമ്മുടെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം വന്ന് അന്ത്യോപചാരം അർപ്പിച്ച് ഇപ്പോൾ മടങ്ങുകയാണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് എത്തുകയും അന്ത്യോപചാരം, ആദരാഞ്ജലികൾ അർപ്പിച്ച്, പ്രിയപ്പെട്ട നടൻ്റെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് എളമക്കരയിലെ വീട്ടിൽ നിന്ന് കാണാനാവുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മൃതദേഹം അപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. മോഹൻലാലും അമ്മയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിൻ്റെ കഥ എപ്പോഴും എല്ലായിടത്തും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്മക്കുട്ടി എന്ന് തന്നെ മോഹൻലാലിനെ എല്ലാ ഘട്ടത്തിലും നമുക്ക് വിളിക്കാൻ കഴിയും. കാരണം ആ കുട്ടിക്കാലം മുതലുള്ള ഓരോ ചിത്രങ്ങളിലും അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു കാഴ്ച അത് മലയാളി എല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ്. ആ നിർവൃതിയോടുകൂടി തന്നെ ആ മാതൃത്വം അനുഭവിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അവസാനമായി ദാദാ ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ആദ്യം ഓടിയെത്തുന്നത് അമ്മയുടെ അടുത്തേക്കാണ്. അത്രയേറെ സ്നേഹത്തോടെയുള്ള നിമിഷങ്ങൾ മാത്രമാണ് മലയാളിക്ക് ഇപ്പോൾ ശാന്തകുമാരി അമ്മയും മോഹൻലാലും തമ്മിലുള്ളത്. 90-ാം വയസ്സിൽ അവർ വിടവാങ്ങിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇപ്പോൾ എളമക്കരയിലേക്ക് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. റീജിത്ത. ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം രാത്രി തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എളമക്കരയിലെ വീട്ടിൽ നിന്ന് വിപിൻ സി വിജയൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.